ഏലിയുടെ കാലത്ത് ദർശനം ഇല്ല, വചനം ഇല്ല. അനന്തര സംഭവം നോക്കിക്കോണേ. ഏലിയുടെ പിള്ളേര് ഹൈടെക് ലൈഫായിരുന്നു, പക്ഷെ പടയെ പട്ടുപോയി. ഇത് കേട്ട ഏലി പെടലി ഒടിഞ്ഞ് ചത്തു. കണ്ടോ? സ്തോത്രം. വചനവും ദർശനവും കുറഞ്ഞാൽ നിന്റെ വീട് പരാജയപ്പെടും, 100% പരാജയപ്പെടും. നീ നിൽക്കുന്നത് കഴിവിലല്ല, കൃപയില. നീ നിൽക്കുന്നത് ബുദ്ധിയിലല്ല, ആത്മാവിന്റെ ശക്തിയില. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ആത്മീകരായ ദൈവമക്കളോട് പ്രസംഗിക്കുന്നേ. ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നീ യുക്തിയിലും ബുദ്ധിയിലുമല്ല, നീ നിൽക്കുന്നത് ശക്തിയില. ഇനി രണ്ടാമത്തെ കാലം, ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 19-20 വാക്യം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 19-20 വാക്യം. അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട്, നീ ഈ കണ്ട സ്വപ്നം എന്ത്? 37:19 അതാ സ്വപ്നക്കാരൻ വരുന്നു, അതാ സ്വപ്നക്കാരൻ വരുന്നു. വരുവിൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ട് കളയുക. നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ട് കളക. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞു എന്ന് പറയാം. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞു എന്ന് പറയാം. അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. സ്വപ്നത്തെ കുഴിച്ചു മൂടുന്ന കാലം. സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. സ്വപ്നം പ്രാപിച്ചത് നീയാണെങ്കിൽ അതിനെ കുഴിച്ചു മൂടുന്നത് സ്വന്തം സഹോദരങ്ങളാണ്. പക്ഷെ നീ പേടിക്കരുത്, ആര് മൂടിയാലും നിന്റെ സ്വപ്നത്തിന്റെ മേൽ മണ്ണ് വീഴുകയല്ല. ഓ, തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യുക. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന് ദൂതുണ്ട്. നിന്റെ സ്വപ്നത്തെ കുഴിച്ചു മൂടാൻ ചിലർ എഴുന്നേറ്റിട്ടുണ്ട്, ചില അസൂയാലുക്കൾ. സഹോദരന്മാര് യോസഫിനെ കുഴിച്ചു മൂടാൻ പദ്ധതിയിടാൻ കാരണം എന്താ? പറ. അസൂയ. കാരണം അപ്പോസ്തലന്മാർ എഴുതി, ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രയീമ്യർക്ക് വിറ്റുകളഞ്ഞു. സ്തോത്രം. സത്യം കേൾക്കണം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക. നിന്റെ സ്വപ്നത്തെ കുഴിച്ചു മൂടാൻ ചില അസൂയക്കാർ എഴുന്നേക്കും. പക്ഷെ ദൈവം ഉറപ്പ് തരിക, ആര് കുഴി വെട്ടിയാലും നിന്റെ സ്വപ്നത്തിന്റെ മുകളിൽ ഒരു തരി മണ്ണ് വീഴുകയല്ല. ഗ്ലോറി ടു ഗോഡ്. തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യുക. നോക്കേ, ഒരിക്കല് ഒരാന പൊട്ടക്കിണറ്റി വീണു. ഒരാന എവിടെ വീണു? പൊട്ടക്കിണറ്റ്. സ്തോത്രം. ആ ആന എല്ലാവർക്കും ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആനയാ. അതുകൊണ്ട് നാട്ടുകാർ തീരുമാനിച്ചു, ഈ ആനയുടെ മണ്ടയിലോട്ട് കുറെ മണ്ണ് വെട്ടിയിടാം. അവർ കുറച്ച് ടിപ്പർ ലോറി ബുക്ക് ചെയ്തു. ആദ്യത്തെ ലോറി കൊണ്ടുവന്നു, കല്ലും മണ്ണ് വരെ കൊണ്ട് ഒരു ലോറി അങ്ങോട്ട് ഇട്ടു. സ്തോത്രം. അതങ്ങോട്ട് നിർത്തുമ്പോൾ അടുത്ത ലോറി മണ്ണിടും. പക്ഷെ ആന അതിനെക്കാട്ടി ബുദ്ധിയുള്ള ആനയാ. അതുകൊണ്ട് ആന എന്ത് ചെയ്യുന്നറിയോ? ഒരു ലോറി മണ്ണ് വീഴുമ്പോൾ ഇങ്ങനെ ഒന്ന് കുലുക്കുമ്പോൾ മണ്ണ് മുഴുവൻ താഴെ ചെല്ലും, ആന ഒരിഞ്ചൂടെ പൊങ്ങും. ഇതുപോലാണ് ദർശനമുള്ള നിന്നെ കുഴിവെട്ടി അതിൻ്റെ മണ്ടയ്ക്ക് മണ്ണിടാൻ നോക്കിയാൽ നീ പേടിക്കരുത്, ഒരു തരി മണ്ണ് നിന്റെ സ്വപ്നത്തിന്റെ വീട്. മനസ്സിലായവർ സ്തോത്രം ചെയ്തു തുടങ്ങണം. അവര് പറയുക, അവന്റെ സ്വപ്നം എന്താകുമെന്ന് കാണാം, ഒരുങ്ങിയിരുന്നോ കാണാം. ബൈബിൾ അറിയാവുന്നവർക്ക് ഇപ്പൊ ആമീൻ പറയൂ. നീ ഒരുങ്ങിയിരുന്നോ, അവന്റെ സ്വപ്നം എന്താണെന്ന് നീ കാണും. അവൻ പറഞ്ഞ പോലെ തന്നെ കാണും. ഗ്ലോറി ടു ഗോഡ്. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. നിന്നെ തകർക്കാൻ എഴുന്നേറ്റിട്ടും നിനക്ക് കുഴി വെട്ടിയിട്ടും നിന്നെ ഒതുക്കാൻ പറ്റാത്തത് എന്നാ? അതിനേക്കാൾ വലിയ ദർശനമാ നീ പ്രാപിച്ച ദർശനം. അപ്പൊ ഓരോ ടിപ്പർ ലോറി മണ്ണുകൊണ്ട് ഇടുമ്പോഴും ആനയൊന്ന് കൊടയും. ഒരു 10-20 ലോറി മണ്ണ് വന്നപ്പം നാട്ടുകാർ നോക്കി ഒരു കാഴ്ചയുണ്ട്. ഒരു പാറ കിണറ്റിൽ നിന്ന് പൊങ്ങി വരുന്നു. അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായ പാറയല്ല, ആനയാണ്. ലോറിക്കാരോട് പറഞ്ഞ് പണി നിർത്തിയാല് ഇനി ഒരു ടിപ്പറോട് ഇട്ടാൽ അവൻ വെളിവരും. സ്തോത്രം. ഇതുപോലെ വേണം. നിന്റെ സ്വപ്നത്തെ ചിലര് കുഴി വെട്ടിയാൽ നീ പറയണം, ആ കുഴിയുടെ എന്റെ സ്വപ്നത്തിന്റെ മുകളിൽ ഒരു തരി മണ്ണ് വീഴുകയില്ല. ദർശനമില്ലാത്ത കാലം, വചനമില്ലാത്ത കാലം. സ്തോത്രം.
അടുത്ത കാലം കേട്ടോ, സ്വപ്നത്തെ കുഴിച്ചു മൂടുന്ന കാലം. സ്തോത്രം. ഇനി ഒരു വാക്യം കൂടെ പെട്ടെന്ന് വായിക്കണം. സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. വീണ്ടും ഞാൻ പറയുന്നു, ദർശനങ്ങളും വെളിപ്പാടുകളും സ്വപ്നങ്ങളും കൂടുതലും രാത്രിയിലാണ് ലഭിക്കുന്നത്. ചിലർ പറയും ഇന്നലത്തെ രാത്രി കാളരാത്രിയായിരുന്നു, യോഗം കഴിഞ്ഞ് ചൊവ്വ പ്രാർത്ഥിപ്പിച്ചാൽ പോകാവൂ. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവൻ പറയും ഇന്നലെ രാത്രി സ്വപ്നത്തിന്റെ രാത്രിയായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ വീടിനകം ദൈവം സ്വപ്നം കൊണ്ട് നിറയ്ക്കട്ടെ. ഞാനിതെന്താ പറയാൻ പോകുന്നതെന്ന് പറയാം. ദൈവത്തിന് സ്തോത്രം. ഈ ദാനിയേൽ 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് രാത്രി ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നം നിമിത്തം പുള്ളി 2-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. ഈ നെബൂഖദ്നേസർ രാജാവ് എന്ത് ചെയ്തു? ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടിട്ട് രാജാവിന്റെ മനസ്സ് എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് വ്യാകുലപ്പെട്ടു. എന്നിട്ട് രാജാവ് പറഞ്ഞു, മന്ത്രവാദിയും ശകുനവാദിയും ആഭിചാരകരെയും വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, സ്വപ്നവും പറയണം, അർത്ഥവും പറയണം. സ്വപ്നവും പറയണം. രാജാവ് എന്നെ ശ്രദ്ധിച്ചിരിക്കണം. കൊട്ടാരത്തിൽ കടന്ന് കണ്ട സ്വപ്നം നമ്മൾ തന്നെ ചില സ്വപ്നം കണ്ടാൽ രാവിലെ ഓർക്കത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്കൊക്കെ എന്തോരം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തുവായിരുന്നു കണ്ട്, താണ്ടൊരു നല്ല കാര്യമാണ്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല. അങ്ങനെ ഉള്ളവരൊന്ന് കൈപൊക്കിക്കേ. മൊത്തം വരും അങ്ങനെ കൈതാത്തില്ല. അപ്പം ഞാൻ മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഒന്ന് പറയട്ടെ, ചൂട്ട് ഗഹനമായിട്ട് പറയാം. സ്തോത്രം. അപ്പം നമ്മൾ കണ്ട സ്വപ്നം നമ്മൾ ഓർക്കുന്നില്ലെങ്കിൽ, ഈ സ്വപ്നമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ഉപദേശി മന്ത്രവാദി വിചാരിച്ച ഇത് കാണാൻ പറ്റുമോ? പറ്റത്തില്ല. ഇത്രയും നാൾ ഈ രാജാവ് ഓരോ സ്വപ്നം കാണും. രാജാവ് കൊണ്ട് ഞാനൊരു പ്ലാവ് കാണുന്നു, ഉടനെ മന്ത്രവാദി എന്ന് പറയും രാജാവ് രാജാവിൻ്റെ സമൃദ്ധിയാണ്. സ്തോത്രം. വ്യാഖ്യാനം. പക്ഷെ ഇവിടെ അബദ്ധം പറ്റി. സ്വപ്നവും പറയണം, അർത്ഥവും പറയണം. തെറ്റിയാൽ, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തെറ്റിയാൽ അവൻ കള്ളപ്രവാചകനാന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും അല്ല. ഇവിടെ തെറ്റിയ അപ്പളെ കട്ടിങ്ങ പിടികിട്ടിയോ? അതുകൊണ്ട് ഈ മന്ത്രവാദികൾ പറഞ്ഞു, രാജാവ് ചോദിച്ച കാര്യം ജഡവാസമുള്ള ആർക്കും പറയാൻ പറ്റത്തില്ല. 10-ാമത്തെ വാക്യം. കൽദയർ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത്, രാജാവിന്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല. എത്രയും മഹാനും ബലവാനുമായ ഏതൊരു രാജാവും ഇങ്ങനെയുള്ള കാര്യം ഒരു മന്ത്രവാദിയോടോ ആഭിചാരകനോടോ കൽദയനോടോ ഒരിക്കലും ചോദിച്ചിട്ടില്ല. രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു. തിരുമുൻപിൽ അത് അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. അവര് തീർത്തു പറഞ്ഞു. ഇന്ന് വരെ അങ്ങയ്ക്ക് മുമ്പ് പല രാജാക്കന്മാരും ഉണ്ടായിട്ടുണ്ട്. അക്കാലത്തൊക്കെ ഞങ്ങൾ മന്ത്രവാദിയും ശകുനവാദിയും ആഭിചാരകന്മാരുമായിരുന്നു. അവരാരും ഇങ്ങനൊരു കാര്യം ചോദിച്ച് ഞങ്ങളെ കുഴപ്പിച്ചിട്ടില്ല. അങ്ങ് ചോദിച്ച കാര്യം ജഡവാസമുള്ള ആർക്കും പറയാൻ പറ്റുകയില്ല. ഇങ്ങനെ പറഞ്ഞപ്പോ രാജാവിന് കോപം ഉണ്ടായി. അമ്മേ 12-ാം വാക്യം. ഇത് ഹേതുവായിട്ട് രാജാവ് കോപിച്ച് അത്യന്തം ക്രുധിച്ചു ബാബേലിലെ സകല വിദ്വാൻമാരെയും നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു. അവർ ദാനിയേലിനെയും കൂട്ടുകാരെയും കൊല്ലുവാൻ അന്വേഷിച്ചു. കണ്ടവനെ പിടിച്ച് കശാപ്പ് ചെയ്യുക. അതിന് രാജാവിന് ഇപ്പൊ സ്വപ്നവും അറിയണം, വ്യാഖ്യാനവും അറിയണം. അപ്പൊ ഇവര് പറഞ്ഞു സ്വപ്നം ഒന്ന് പറയാം. രാജാവ് പറഞ്ഞു കൽപ്പിച്ചു പോയി. സ്തോത്രം. നമുക്കതിന്റെ 5-ാമത്തെ വാക്യം. രാജാവ് കൽദയരോട് ഉത്തരം പറഞ്ഞു അരുളി ചെയ്തത്. രാജാവ് കൽദയരോട് ഉത്തരം അരുൾ ചെയ്തത്, വിധി കൽപ്പിച്ചു പോയി. സ്വപ്നവും അർത്ഥവും അറിയിക്കാഞ്ഞാൽ നിങ്ങളെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യും. വിധി പറഞ്ഞു പോയി. സ്വപ്നവും പറയണം, അർത്ഥവും പറയണം. അന്നേരം ചുമ്മാ പ്ലാവ് മുളത്തൊന്നും പറയാൻ പറ്റത്തില്ല. രാജാവ് കണ്ട സാധനം രാജാവിനറിയാം.
എന്നിട്ട് പറയാ ഇത് ചെയ്തില്ലെങ്കിൽ നിന്നെ നിരത്തി അങ്ങോട്ട് കഷ്ണം കഷ്ടമായിട്ട് കട്ട് ചെയ്ത് നിന്റെ വീട് കുപ്പക്കുന്ന മൊത്തം എണ്ണം വിറച്ചു. അപ്പം ഭടന്മാര് ദാനിയേലിനെയും കൂട്ടരെയും തപ്പിച്ചെന്നു. മന്ത്രവാദികളെയൊക്കെ തീർത്ത് നിർത്തിയിരിക്കുക. തപ്പിച്ചെന്നപ്പം ദാനിയേൽ ചോദിച്ചു, ഇത്ര കഠിന കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്ത് എന്ന് അവൻ രാജാവിന്റെ ഇത്ര കഠിന കൽപ്പന രാജസനിൽ നിന്ന് പുറപ്പെടുവാൻ എന്താ കാര്യം? രാജാവിന്റെ സേനാപതിയായ അരോക്യനോട് ചോദിച്ചു. അരോക്യൻ ദാനിയേലിനോട് കാര്യം അറിയിച്ചു. ദാനിയേൽ അകത്ത് ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരണം എന്ന് ഞാൻ രാജാവിനോട് ദാനിയേൽ മുഖം കാണിച്ചു, രാജാവേ സമയം തരണം, സ്വപ്നവും അർത്ഥവും ഞാൻ പറയാം. കണ്ടോ, ദർശനമുള്ളവന്റെ ധൈര്യം കണ്ടോ. സ്തോത്രം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നീ കോടീശ്വരനായില്ലെങ്കിലും ഒരു ദർശനത്തിനുടമയാകണം. മന്ത്രവാദിയും ശകുനവാദിയും ആഭിചാരകനും കൽദയരും പറഞ്ഞു, ജഡവാസമുള്ള ആർക്കും ഇത് കഴിയത്തില്ല. ദാനിയേൽ പറയാ, സമയം താ. വായിച്ച മോളെ ആ വാക്യം, ജീസസ് വായിച്ചേ. ഹല്ലേലൂയ. തനിക്ക് സമയം തരണം എന്ന് താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. കൊട്ടാരത്തിൽ ചെന്ന് പറയുക, എനിക്ക് സമയം താ, ഞാൻ അർത്ഥം ബോധിപ്പിക്കാം. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിന് ശേഷം വിദ്വാൻമാരോടും കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെ കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹന്യാവോടും മീശായേലിനോടും അസര്യാവോടും കാര്യം അറിയിച്ചു. ശദ്രക്കിനോടും മേശക്കിനോടും അബേദ്നെഗോവിനോടും പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നമ്മൾ അവരെ പോലെ നശിക്കാൻ പാടില്ല. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് അന്ന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേലിന് വെളിപ്പെട്ടു. ഞാൻ ഇന്ന് പകലൊരു ദൂത് പറയാം, ദർശനമുള്ള നിന്നെ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയത്തില്ല. ഇത് മന്ത്രവാദത്തിന്റെ ശക്തിയല്ല, ഇത് ആഭിചാരത്തിന്റെ ശക്തിയല്ല, ഇത് പ്രയറിന്റെ ശക്തിയാ.